ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെന്നും ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2 സർക്കിൾസ് ഓഫ് റേഡിയസ് 2 cm ഈച്ച് ആർ ഡ്രോൺ ഇൻ എ റെക്റ്റാങ്കിൾ അഡ്ജസെൻറ്റ് ടു ഈച്ച് അതർ. ഇവിടെ എന്താണ്, 2 സർക്കിൾ തന്നിട്ടുണ്ട്. ഓരോ സർക്കിളിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് 2 cm ആണ്. ഇതെന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് വരച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് കാണാൻ നമുക്ക് എന്താണ്, ആകെ തന്നിട്ടുള്ള റേഡിയസ് ആണല്ലേ. അപ്പോൾ ഈ റേഡിയസ് ഇങ്ങോട്ടും എത്രയായിരിക്കും, സെയിം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും 2 cm. ഇനി ഇത് മുകളിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. മുകളിലേക്ക് പോകുമ്പോൾ എത്രയായിരിക്കും, അതും 2 cm തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ 2 cm എന്ന് പറഞ്ഞത്? ഓക്കെ, താഴേക്ക് 2 cm വരും, ഇനി മുകളിലേക്കും 2 cm വരും. അപ്പോൾ ഇതല്ല ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്, 2 + 2 എന്ന് പറയുന്നത് 4. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 4 cm. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ നോക്കണം അല്ലേ. അപ്പോൾ ഇത് 2 cm ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര വരും, 2 cm വരും. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇത് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക, ഇങ്ങോട്ടുള്ള റേഡിയസ് 2 cm വരും. ഇവിടുന്ന് ഇങ്ങോട്ട് 2 cm വരും. അപ്പോൾ ഒരു സർക്കിൾ എത്ര വരും, 4 cm വരും. അടുത്തൊരു സർക്കിളും 4 cm വരും. അപ്പോൾ എത്രയായി, 4 + 4 എന്ന് പറയുന്നത് 8 cm ആയിട്ട് മാറി. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിനെ സംബന്ധിച്ച് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, 2 cm ആണല്ലേ. ദെൻ റെക്റ്റാങ്കിൾ ഓഫ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 8 cm ആണ്. അത് രണ്ടും ഈക്വൽ ആണോ? അല്ല, അപ്പോൾ അത് തെറ്റാണ്. ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ഇറ്റ്സ് ഹൈറ്റ്. എന്താണ് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 8 cm ആണ്. അത് ഹൈറ്റിൻ്റെ ട്വൈസ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. 4ൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 8 ആണ് അല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. ഇത് ഈ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 8 ആണ്. അത് ഈക്വൽ ടു റേഡിയസ്, റേഡിയസിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. റേഡിയസ് 2 ആണല്ലേ. അപ്പോൾ ഇത് ഈക്വൽ ആണോ? അല്ല, അതും തെറ്റാണ്. ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 4 ടൈംസ് ഓഫ് ദ റേഡിയസ്. റേഡിയസിൻ്റെ 4 ടൈം എന്നാണ് പറയുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. 2ൻ്റെ 4 ടൈംസ് എന്ന് പറയുന്നത് ഏതാണ്, 2 × 4 എന്ന് പറയുന്നത് 8 ആണല്ലേ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ഇതിലെ ഡി ചോദ്യമാണ്, ഡ്രോ ദ ട്രയാങ്കിൾ യൂസിങ് ദ കോർണേഴ്സ് ഓഫ് ദ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ 6 cm സ്കെയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, 6 cm വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെയുള്ളൊരു സെറ്റ് സ്ക്വയർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു വരയ്ക്കുക, ഇവിടെയും വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി ബാക്കിയുള്ളത് ഉണ്ടാവില്ല, ഇതെന്ത് ചെയ്യുക, നിങ്ങൾ മായ്ച്ച് കളയുകയും ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു സെറ്റ് സ്ക്വയർ അല്ല, ഒരു ട്രയാങ്കിൾ നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ചുകൊണ്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്തത് രണ്ടാമത്തതാണ്, ഗിവൺ ദ പോപ്പുലേഷൻ ഓഫ് സം ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കുറച്ച് സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷനാണ് നമുക്ക് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഇതിലെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏതാണ്, ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അഥവാ ഇതാണ്, ഇത് ഏതാണ്, ഉത്തർപ്രദേശാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ നിയർ ടു 7 million. 7 million എടുത്തായിട്ടുള്ളത് ഇതിൽ ഏതാണ്, 7 million എടുത്തെന്ന് പറയുന്നത് ഇതാണല്ലേ. ഇത് ഏതാണ്, ഹിമാചൽ പ്രദേശാണ്. രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ ലെസ് ദാൻ 1 million. ഇതിൽ ലെസ് ദാൻ 1 million ഉള്ളത് ഏതാണ്, ഏതാണ് ലെസ് ദാൻ 1 million എന്ന് പറയുന്നത് ഏതാണ്, നോക്കി ഏതാണ്, ഇതാണല്ലേ, ഇതാണ് ലെസ് ദാൻ 1 million. അപ്പോൾ ഏതാണത്, സിക്കിമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സിക്കിം. ഇനി ഇത് സം ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് 2 സ്റ്റേറ്റ്സ് ബിറ്റ്വീൻ
20 and 21 lakh which are those state. ഇവിടെ 2 സ്റ്റേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് ലെസ് ദാൻ ബിറ്റ്വീൻ 20 and 21 lakhs ആയിരിക്കും. അഥവാ 20ൻ്റെയും 21ൻ്റെയും ഇടയിൽ ലക്ഷങ്ങളാണ് ഉണ്ടായിരിക്കുക. അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ കൂട്ടി നോക്കൂ. നമുക്ക് ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള 2 കൂടെ കൂട്ടി നോക്കാം. ഒന്ന് നമുക്ക് ഗോവയും അതുപോലെ തന്നെ സിക്കിമും കൂട്ടി നോക്കാം. ഒന്ന് കൂട്ടി നോക്കൂ നിങ്ങൾ. ഗോവ എത്രയാണ്? ഗോവയുടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഗോവ 1,40,000 ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം 14,57,723 പ്ലസ് എത്രയാണ്? 6,76,088 ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കൂ. 8 3 11 11 ബാക്കി 1 1 9 9 10 11 വീണ്ടും 11 ആയി. പിന്നെന്താ ഉള്ളത്? 7 എന്നും 8 8 6 എത്രയായി? 8 14 14 4 ഇടുക. ബാക്കി 1 1 7 7 14 14 1 15 ബാക്കി 1 ഇവിടെ 5 ഉള്ളത്. അപ്പോൾ 1 കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. 4 6 10 ബാക്കി 1 ഇവിടെ 2 കിട്ടും. അപ്പോൾ ഇത്രയാണ് 20,65,411 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? അത് 20ൻ്റെയും 21ൻ്റെയും ഇടയിലാണല്ലോ. അപ്പോൾ സിക്കിം ആൻഡ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് കൂട്ടി നോക്കണം. സിക്കിം ആൻഡ് ഗോവ എന്ന് വരും. ഓക്കെ, സിക്കിം ആൻഡ് ഗോവ. ഇനി ഇതിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആണ്. വിച്ച് ഓഫ് ദ 3 സ്റ്റേറ്റ്സ് വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ റിട്ടേൺ ഇൻ ഓർഡർ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് ഏതാണ്? നമുക്കറിയാം സിക്കിമാണല്ലേ. ഏറ്റവും കുറവെന്ന് പറയുന്നത് സിക്കിമാണ്, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? സിക്കിം ആയിരിക്കും. പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ അതിനേക്കാൾ ഒന്നും കൂടെ കുറവുള്ളത് ഇതിലേതാണ്? പിന്നെ വരുന്നത് ഗോവയാണല്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഗോവ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് മൂന്നാമത് വരും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ് നോക്കൂ. സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശ് വരുന്ന ഓപ്ഷൻ ബി ആണ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ബിലോ 5,000? 5,000ൽ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 4 ഡിജിറ്റ് നമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 5,000 ആണല്ലേ. 5,000 എന്ന് പറയുന്നത് 4 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1000ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000ൽ മുതലാണ്. അവിടെ നിന്നാണ് 4 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആകെ 5,000 നമ്പേഴ്സാണ് ഉള്ളത്. അതിൽ നിന്നും 1000 നമ്പർ എന്തായിട്ട് പോവും? 3 ഡിജിറ്റ് നമ്പറായിട്ട് പോവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5,000ൽ നിന്ന് 4,000 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1000 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4,000 ആൻസർ കിട്ടും. അപ്പോൾ 4 ഡിജിറ്റ് നമ്പർ എത്രയാണ് ഉള്ളത്? 4,000 ആണ് ഉള്ളത്. The largest 5 digit number that can be formed using 32547. ഈ നമ്പർ വെച്ചുകൊണ്ട് ഏറ്റവും ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 7 ആണല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, 7 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഏതാ വരുന്നത്? 5 ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? 4 ആണ്. പിന്നെ വരുന്നത് 3 ആണ്. പിന്നെ 2 ആണ്. അപ്പോൾ ഏതാണ്? 75,432 എന്നുള്ളത് വരും. ഇനി അടുത്തത് റൈറ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഹാവിങ് ദ സം ഓഫ് ദ ഡിജിറ്റ് ആസ് 4. അപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ നമ്മൾ എഴുതണം. 3 ഡിജിറ്റ് നമ്പർ ഏതെങ്കിലും 3 ഡിജിറ്റ് നമ്പർ നമ്മൾ എഴുതാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന ഏതാണ്? 999 എന്നുള്ളത് എഴുതാം. പക്ഷേ ഇതെന്താണ്? ഇത് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4 കിട്ടണം. ഇത് 4 കിട്ടുമോ? ഇല്ല, 27 കിട്ടുള്ളൂ. അപ്പോൾ ഇതല്ല. 4 കിട്ടുന്നത് ഏതായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 കിട്ടണമെങ്കിൽ അത് ഏതായിരിക്കും? 400 എഴുതിയാൽ പോരെ. 400 എഴുതി കഴിഞ്ഞാൽ ബാക്കി 2 0 അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുക? 4 അല്ലേ കിട്ടുക. അപ്പോൾ 400 എന്നുള്ളതാണ് ആൻസർ. ഇനി ഇവിടെ തന്നിട്ടുള്ളത് 34,149 ഈസ് എ പാലിൻഡ്രോമിക് നമ്പർ. എന്താണ് പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിരിക്കണം. ഇപ്പോൾ 121 എന്നുള്ളത് വായിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ 121 തന്നെയല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ എന്താണ്? സെയിം ആയിരിക്കും. ഇത് റൈറ്റ് അനദർ 5 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് ദ സെയിം ഡിജിറ്റ്. അപ്പോൾ ഈ സെയിം ഡിജിറ്റ് വെച്ചുകൊണ്ട് ഇതേപോലെ അടുത്തൊരു പാലിൻഡ്രോമിക് നമ്പറാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? 3 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട്
4 3 1 നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിൽ എഴുതാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചെഴുതാം 3 4. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം അല്ലേ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് ഓൾ ദ 3 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 4 6 7. ഇപ്പോൾ നമ്മൾ 4 6 7 എന്ന് പറയുന്ന ഡിജിറ്റ് കൊണ്ടാണ് നമ്മളിവിടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 4 6 7. ദെൻ ദ അറേഞ്ച് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, സ്മോളസ്റ്റിൽ നിന്നും ലാർജസ്റ്റിലേക്കാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നമ്പർ ദാറ്റ് കംസ് ആഫ്റ്റർ 476. അപ്പോൾ ആഫ്റ്റർ 476 എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത് വരുന്നത് ഏതായിരിക്കും? നമുക്കിത് അടുത്തായിട്ട് എഴുതാൻ പറ്റുന്നത് ഏതാണ്? 7 6 4 എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. അതുപോലെ 6 4 7 എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതല്ല, അതിനേക്കാൾ ലാർജസ്റ്റ് ആണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇതാണ്. ഇത് ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി 4 6 7 എന്നുള്ളതാണ്. അഥവാ 47 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 647. ഓക്കെ, സോറി 647. ഇനി അടുത്തത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഹാസ് 2 ക്വസ്റ്റ്യൻസ് ആണ്. 4Aയും 4Bയും ഉണ്ട്. 4A എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ മിക്സിംഗ് പാർട്ട്. ഇതിൽ മിക്സിംഗ് പാർട്ട് എന്താ ചെയ്യണം? നമുക്കൊന്ന് എഴുതണം. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഫൈൻഡ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം ഇവിടെ 100 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 ആണ്. 10ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക? 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, അഥവാ 10 × 10 എന്ന് പറയുന്നതാണ് 100. ഇനി അടുത്ത ഇവിടെ 6 ഉണ്ട്. അപ്പോൾ 6 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആയിട്ട് വരും. ഇനി അടുത്തത് ഇവിടെ 10 ഉണ്ട്. ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ല. ഏതാണ് നമ്പർ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ 18 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 കിട്ടുന്നത്? 3 ആണല്ലേ. അപ്പോൾ ഇവിടെ 3 ആയിട്ട് വരും. ഇനി അടുത്തത് ഇവിടെ നോക്കൂ, 10 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 30. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. കാരണം ഇത് ഇങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും, ഇത് ഇങ്ങനെ വരും, അടുത്തത് ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി. അടുത്തത് വെൻ എ നമ്പർ ഈസ് മൾട്ടിപ്ലൈ ബൈ 17. ഒരു നമ്പർ നമ്മൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദെൻ ദ പ്രോഡക്റ്റ് ഈസ് 2040. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2040 ആണ്. വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 17. അടുത്ത നമ്പർ 17 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. എന്താണെന്നറിയോ? 2040 ഒരു 17 ഒരു നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2040 കിട്ടി. അപ്പോൾ അതിൻ്റെ അടുത്ത നമ്പറിൻ്റെ കൂടെ വീണ്ടും 17 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇതിൽ വീണ്ടും 17 കൂടല്ലേ ചെയ്യുള്ളൂ. അഥവാ 2040 + 17 ചെയ്ത് നോക്കിയാൽ മതി. കാരണം അടുത്ത ഒരു ടൈമും കൂടെ 17 അവിടെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 7 5 2. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ 17 ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. അതും കണ്ടുപിടിക്കാൻ ഈസിയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറിനെ x എന്ന് വിചാരിക്കുക. അഥവാ x × 17 എന്ന് പറയുന്നതാണ് 2040. ഓക്കെ, അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 2040 ഡിവൈഡഡ് ബൈ 17 കിട്ടും. എത്ര കിട്ടും? 120 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഈ 2040 കിട്ടിയത് 120 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 121 ആണല്ലേ. 121 × 17 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2057 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയും ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയും വേണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് സി ആണ്. ഇവിടെ എന്താണ്? കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ നോക്കൂ, 21 × 8 ആണ് പറയുന്നത് അല്ലേ. 21 × 8 നമ്മൾ എങ്ങനെ എഴുതുക? 20 × 8 പ്ലസ് എന്ത് വരും? 1 × 8 വരും അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഏതാണുള്ളത്? മൂന്നാമതാണ് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. എത്രയാണ്? A 3 ആണ്. ബി 24 × 8 ആണല്ലോ. അപ്പോൾ 20 × 8 + 4 × 8 ആണ്, അഥവാ നാലാമത്തതാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 4 ആണ്. ഇനി 26 × 8 എന്നുള്ളത് എന്ത് വരും? 20 × 8 + 6 × 8, അഥവാ രണ്ടാമത്തേലേക്ക് വരും. സി 2 എന്ന് വരും. 29 × 8 എന്നുള്ളത് 20 × 8 + 9 × 8 അല്ലേ. അത് എന്താണ്? ഡി എന്ന് പറയുന്നത് 1ലും വരും. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? A3 B4 C2 D1 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് 4 ബി ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 25 × 15 25 × 15 = 375. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 25 × 16? 25 × 16 ഈക്വൽ ആയിട്ടുള്ളത് ഇതിൽ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ.
അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് 25 × 15 എന്ന് പറയുന്നത് 25 × 15 എന്ന് പറയുന്നത് എത്രയാണ് 375 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് 25 × 16 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ 25 ഒരു പ്രാവശ്യം കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. 375 എന്നുള്ള ഉത്തരത്തിൻ്റെ കൂടെ ഒരു 25 കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി സി ദ റെക്റ്റാങ്കുലർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇവിടെ എന്താണ്? റെക്റ്റാങ്കുലർ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്കൂ, 30ൻ്റെ കൂടെ 300 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണം? 10 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 10 × 30 × 10 ആണ് 300 എന്ന് പറയുന്നത്. ഇനി 20 കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യണം? 2 മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 10 20. ഇനി 30ൻ്റെ കൂടെ ഏത് സംഖ്യയോ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഉത്തരം കിട്ടിയത് നമുക്ക് അറിയില്ല. പക്ഷേ ഈ 2ൻ്റെ കൂടെ ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. അത് ഏത് സംഖ്യയാണ്? 3 ആണല്ലേ. അതോ 2 × 3 ആണ് 6. അപ്പോൾ 30 × 3 എത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി വിച്ച് ആർ ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ, എത്രയായി? 320 ആയി അല്ലേ. ഇനി 90ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 96 ആയി. രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? 6 416 അല്ലേ. 460 എന്നുള്ളത് ആൻസർ കിട്ടും. ഇനി ഡി ചോദ്യം, റൈറ്റ് 49 × 16 ആസ് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം നമ്പർ. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? ഒന്നുകിൽ നമുക്ക് എന്ത് എഴുതാം? 28 × 28 എന്ന് എഴുതി കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 7 × 4 × 7 × 4 എന്നുള്ളതും വരും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ഡ്രോ ദിസ് പിക്ചർ ഗിവൺ ഇൻ ദ ഗിവൺ മെഷേഴ്സ്. ഈ മെഷേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മെഷേഴ്സ് ആദ്യം എന്ന് പറയുന്നത് എത്രയാണ് വരയ്ക്കേണ്ടത്? ആദ്യം 4 സെൻറ്റിമീറ്റർ നമ്മൾ വരക്കണം അല്ലേ. ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ് ഇത് മൊത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുക. ഓക്കെ, സർക്കിൾ വരച്ചു കൊടുക്കുക. ഇനി ആ സർക്കിളിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 8 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ അടുത്ത പണി ചെയ്യേണ്ടത്. ഇതിൻ്റെയൊക്കെ ഹാഫ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, ഹാഫ് കണ്ടെത്തിയിട്ട് നമ്മൾ അത് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അഥവാ ഹാഫ് കണ്ടെത്തുക പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് കണ്ടെത്തുക, ഇതിൻ്റെ ഹാഫ് കണ്ടെത്തുക, എന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക, ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുക, ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ, ഇങ്ങനെ തന്നെ വരച്ച് ചേർക്കുക. ഇനി അടുത്തതിലെ ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻ ദ സ്ക്വയർ. ആ സ്ക്വയറിലെ ഈ റേഡിയസ്, സ്ക്വയറിൻ്റെ റേഡിയസുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തേത് കൊടുത്തിട്ടുള്ളത് എന്താണ്? ട്വൈസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇതിൻ്റെ ട്വൈസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ 16 ആയിരിക്കുമോ? അല്ല. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. ഇനി ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് ഈക്വൽ ആണോ? അതും തെറ്റാണ്. ഇനി ഹാഫ് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അഥവാ 8 എന്നുള്ളതിൻ്റെ ഹാഫ് ആയിരിക്കും. അത് കറക്റ്റ് ആണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു 4 ആണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. 2 ടൈംസ് ഹാഫ് ഓഫ് ദ സ്ക്വയർ സൈഡ് ഓഫ് ദ സ്ക്വയർ, അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ഹാസ് 2 ക്വസ്റ്റ്യൻ ആണ്. 6A-യും 6B-യും ഉണ്ട്. ഇതിലെ 6A എന്ന് പറയുന്നത് ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് പെൻസ് വിൽ ബി ദർ ഇൻ 1164 പെൻസ് ആർ പുട്ട് ഇൻ എ പാക്കറ്റ് ഓഫ് 12 ഈച്ച്. അത് ഒരു പാക്കറ്റിൽ 12 എണ്ണം വെച്ചിട്ട് 1164 പെൻ നമ്മൾ നിറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ്സ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 1164നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നമുക്കിവിടെ? 11 പോവില്ല, 116 9 തവണ പോവും, അഥവാ 108 എന്ന് കിട്ടും. ഓക്കെ, ബാക്കി എത്ര ഉണ്ടായിരിക്കും? 8 ഉണ്ടായിരിക്കും. ഇവിടെ 4 ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ്? 84 24. ഓക്കെ, അപ്പോൾ 84 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം പോവും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 97 പാക്കറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. 97
പാക്കറ്റ്സ്. ഇനി ഫൈൻ 91 ഡിവൈഡഡ് ബൈ 7 ബൈ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ബിലോ. താഴെ തന്നിട്ടുള്ള ഈ ഒരു ബ്ലാങ്ക്സ് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യാനാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ 91 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 91നെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 91നെ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര കിട്ടും, അവിടെ 7 ആണല്ലേ. 7 ഇൻറ്റു 10 നോക്കിയാൽ മതി. 7 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 70 എന്ന് കിട്ടി. ഇനി 91ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 70 എന്നുള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 21 എന്നുള്ളത് കിട്ടും. ഓക്കെ, 21 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും അല്ലേ. പക്ഷേ ഈ 21 ഇവിടെ എന്തുകൊണ്ടോ നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഏതാണെന്ന് അറിയോ, ഈ 70നെയാണ് നമ്മളിവിടെ മൈനസ് ചെയ്യേണ്ടത്. 70ൽ എത്ര പ്രാവശ്യമാണ് 21 എന്നുള്ളത് കിട്ടുക, നമുക്കറിയാം 7 ഇൻറ്റു 3 ആണ് 21. അപ്പോൾ അവിടെ 3 എന്നുള്ളത് കിട്ടും. ഇനി ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ നമ്മളിവിടെ കൂട്ടി എഴുതുകയാണ്. എന്താ ചെയ്യേണ്ടത്, നമ്മളവിടെ ഇത് കൂട്ടി എഴുതുക അല്ലേ. 10ഉം 3യും കൂടെ കൂട്ടിയിട്ട് 13 എന്നുള്ളത് നമ്മളിവിടെ എഴുതുക. അപ്പോൾ 91 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 13 ആയിരിക്കും. ഇനി ഇവിടെ സി എന്ന് പറയുന്നത് എ പാറ്റേൺ റിലേറ്റഡ് ടു ഡിവിഷൻ ഓഫ് 11 ഈസ് ഗിവൺ. 11ൻ്റെ ഒരു എന്താ പറയുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഈക്വൽ ഈസ് ഫോളോയിങ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 11. ഇതിനുമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഇതിലേതാണ് ഈക്വൽ ആയിട്ടുള്ളത്, ഈക്വൽ ആയിട്ടുള്ളത് 2 ഇൻറ്റു 10 ആണ്. ഓക്കെ, 2 ഇൻറ്റു 10 ആണ് ഈക്വൽ ആയിട്ടുള്ളത്. ഇനി 6ലെ ബി ചോദ്യമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. റൈറ്റ് 1425 ആസ് സെർട്ടൈൻ ടൈംസ് 12 ആസ് എ റിമൈൻഡർ. എന്താണ്, 1425നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 അവിടെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യുമ്പോൾ 12 അവിടെ റിമൈൻഡർ ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അവിടെ എന്തായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 118 ഇൻറ്റു 12 പ്ലസ് എന്തും കൂടെ ഉണ്ടാവണം, 9ഉം കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിട്ടൺ ബൈ 128 ആസ് സെർട്ടൈൻ ടൈം 6 ആൻഡ് എ റിമൈൻഡർ. ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ 5, 14, 23, 32 ഈസ് എ പാറ്റേൺ ഓഫ് നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 9 given remainder 5 will 103 will be in this pattern. Why? അപ്പോൾ ഇതിൽ വരുന്ന ഒന്നാണോ 103 എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ 103നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 5 കിട്ടണം അല്ലേ. അത് 5 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 5 കിട്ടുന്നുണ്ടോ, 5 കിട്ടില്ല. അവിടെ കിട്ടുന്നത് എത്രയാണ്, 4 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോ എന്നുള്ളത് ആൻസർ ആയിട്ട് വരും. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.